ദൂതനവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷം കേട്ടാൽ സന്തോഷം ഉണ്ടാകും. ഇതിപ്പോ സന്തോഷം ഉണ്ടാകാനും സന്തോഷം ഉണ്ടാക്കാൻ വേറെ മാർഗമാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി വീശിയാൽ സന്തോഷമാണ്. ഞാനൊരുത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇത് കുടിക്കുമ്പോൾ? ഞാനിതുവരെ കുടിച്ചിട്ടില്ല. ഇന്നലെ ഓർപ്പിച്ചില്ല, എൻ്റെ അപ്പനെ 50 വർഷം കള്ള് വലിയ പുള്ളിയും കുടിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഇത് കുടിച്ചിട്ടുമില്ല, അറിയത്തുമില്ല. അപ്പോൾ ഒരുത്തനോട് ചോദിച്ചു എങ്ങനെ? ഞാൻ പറഞ്ഞു അടിച്ചു കഴിയുമ്പോൾ ഒരു പിമ്പിരിയാന്ന് പറഞ്ഞു. അവൻ്റെ ഭാഷയാ. എന്നാന്നറിയാം. കുടിച്ചിട്ടുണ്ടോ നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ? ഇല്ല. ഇനിയും കുടിക്കുകയും വേണ്ട. അപ്പൊ മുമ്പ് മനഃശാന്തരപ്പെടുന്നതിന് മുന്നേ കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഒരു പിമ്പിരി റോഡിന് വീതി ഉള്ളതായിട്ട് തോന്നും. നമ്മുടെ ഭാര്യ അപ്പുറത്തെ കുഞ്ഞമ്മയാന്ന് തോന്നും. ഒന്ന് തോന്നുക. മനസ്സിലായില്ല? ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഓരോരോ പേരായിരുന്നു. പോസ്റ്റേ കയറി ഇത് കുടിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞ് ആനമയക്ക്, പിന്നെന്തൊക്കെ ആയിരുന്നു, കൊട്ടുപടി. അതെന്താ അതിൻ്റെ അർത്ഥം? എനിക്കും അറിയാൻ മേല. ഇല്ല, അവനെ മിക്കതും അറിയാം. എന്തുവാ കേടാ പറയടാ. അവനെ പണ്ട് ഒത്തിരി അടിച്ചിട്ടുള്ളതാ. ഇനി അവൻ ആരാന്ന് അങ്ങോട്ട് നോക്കുന്നത്. അവനിപ്പം മാനസാന്തരപ്പെട്ടു വന്നു. അപ്പൊ ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് സന്തോഷം തരുമെന്ന ഈസ്റ്ററിനും അങ്ങ് സന്തോഷമാണ്. അടിച്ചു പെരുത്ത് കിടക്കുക ഈസ്റ്റർ. അതിനാ യേശു ഉയർത്തു, നീ ഓടെ കിടക്കുക. ഓടെ കിടക്കുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഇടവകയിലെയാണ്. കാരണം അപ്പുറം കയ്യാലെ ഇപ്പുറം ഓടെ, അതിനിടയില. അതാ വക, ഞങ്ങളുടെ വകയാ. ഞാൻ പണ്ടൊരു എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും അല്പസമയത്തൊക്കെ അല്പം അത് അനുഭവിച്ചിട്ടുള്ള പറഞ്ഞവർ വിചാരിക്കുന്നു അവൻ പറഞ്ഞ പോലെ പിമ്പിരി. ഇത് കഴിയുമ്പോൾ നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതാ, നിന്റെ തലമുറയെ നശിപ്പിക്കുന്നതാ, നിന്റെ കുടുംബത്തിൽ അരാജകത്വം വരുത്തുന്നതാ, നിന്നെ അവൻ ദരിദ്രനാക്കി നശിപ്പിക്കുന്ന മാർഗമായത്. അതുകൊണ്ട് ഇന്ന് രാത്രി അതിനോട് വിട പറയണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇത് സമാധാനവും സന്തോഷവും തരുന്ന മാർഗമല്ല മദ്യം. ആർക്ക് കലഹം, ആർക്ക് സങ്കടം, പിന്നെ ആർക്ക് കാഞ്ചുമപ്പ്, ആർക്ക് ആവലാതി, പിന്നെ എടുത്ത് വായിര്. ഏതോ രണ്ടുപേരും നോക്കിയിരിക്കുന്നു. ഒടുവിൽ അവർ പറയാ, അവരെന്നെ അടിച്ച് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് ഇതിനോടെല്ലാം വിട പറയണം. പുകവലി ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടാ, നിനക്ക് ബുദ്ധിമുട്ട്, ഒടുവിൽ ചൂപ്പാട് വരും. മനസ്സിലായോ? ഇതൊന്നും നിത്യസന്തോഷം തരുന്നതല്ല. ഈ കാണുന്ന ലോകത്തിൽ കാണുന്നതൊന്നും സന്തോഷം തരുന്നതല്ല. ഒരു ദൈവമക്കൾക്ക് സന്തോഷം തരും. നമുക്ക് സന്തോഷം അവൻ തരുന്ന മാർഗമാ സുവിശേഷം. സങ്കീർത്തനക്കാരൻ 4 തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന്. ഹബക്കൂക്ക് വിപ്രമരാഗത്തിലൊരു ഗീതം പാടി. രാഗം ഒന്നും ഇപ്പൊ പറയുന്നില്ല. നമുക്ക് രാഗം അറിയാത്തത് തന്നെ വലിയ കാര്യമാണ്. അതെ, വേറെ പുസ്തകത്തിൽ പല രാഗമുണ്ട്. വിപ്രമരാഗം. പിന്നെ എം ചാക്കോ സാറ് ക്ലാസ്സിലൊക്കെ പറഞ്ഞ് നശിപ്പിക്കരുതേ എന്ന പാട്ട് പാടുമ്പോൾ പുള്ളി പറയും, ആ രാഗത്തിൽ പാടരുത്. ഏതാ? നശിപ്പിക്കരുതേ എന്നുള്ള രാഗത്തിൽ നിങ്ങൾ പാടരുതെന്ന് ചാക്കോ സാർ എൻ്റെ ഗുരുവാ എപ്പോഴും പറയുവായിരുന്നു. വിപ്രമരാഗം, നശിപ്പിക്കരുതേ എന്ന രാഗം. പിന്നെ വേറെ